ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളെല്ലാവരും സുഖമായിട്ട് പോകുന്നു. ഞങ്ങൾ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ നാട്ടിലെ നേർച്ചയാണ്, പിന്നെ ബാവലി മക്കാമിലെ നേർച്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്, 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വിശേഷങ്ങളിലൂടെയാണ് കേട്ടോ ഞങ്ങൾ കടന്നു പോകുന്നത്. നേർച്ച എന്ന് പറയുന്നത് നമുക്ക് പെരുന്നാളും ഇതൊക്കെ വരുന്ന പോലെ തന്നെയാണ് നമുക്ക് നമ്മളെ നാട്ടിൽ നേർച്ച വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇന്ന് മദ്രസ ഉണ്ടായിട്ടില്ല മക്കൾക്ക്, നേർച്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 1 മണിയൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വന്ന് ചോറൊക്കെ വെച്ച് കിടക്കുമ്പോഴൊക്കെ തന്നെ കുറേ സമയമായി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മദ്രസ ലീവ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇന്നും നാളെയും കൂടെ എന്തായാലും മദ്രസ ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞാനൊന്ന് പോയി കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എണീറ്റ് വന്ന് ചായക്ക് വെള്ളം വെച്ചിക്കണ്. കുട്ടികളൊന്നും എണീച്ചിട്ടില്ല കേട്ടോ, എല്ലാവരും നല്ല ഉറക്കമാണ്. നേരെ വൈകി കടന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും ഇതൊക്കെ ഉണ്ട്, ആർക്കും ഉറക്കം മതിയാവാത്ത. പിന്നെ അടുക്കളയൊക്കെ ആകെ പെരങ്ങി കിടക്കുന്നുണ്ട്. രാത്രി ഇന്നലെ ചോറ് വെച്ചിട്ടൊക്കെ അങ്ങനെയാന്ന് എടുത്ത് മൂടി വെച്ചിട്ട് പോയി കിടന്നതാണ്. പാത്രമൊന്നും ഞാൻ ചോറ് വെച്ച പാത്രമൊന്നും കഴുകിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുക്കണം. അപ്പം അതിൻ്റെ മുന്നേ ഇന്നലെ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം ഇഡ്ഡലി ചെമ്പിലൊന്ന് ആവി കയറ്റാൻ വെക്കുന്നതാണ്. കട്ടൻ ചായക്ക് വെള്ളവും വെച്ചിന്. കടി ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ, നമ്മൾ വെച്ചിട്ടും ചോറ് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു. പച്ചക്കറി കുഷ്കയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ചിക്കനും ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ചിക്കൻ്റെ ഒക്കെ ഒരു പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലൊരു കുഷ്കയാക്കിയിട്ട് വെച്ചതേനു. അപ്പോൾ ആ ചോറ് 2 പൊതി പൊളിക്കാൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചതിൻ്റെ പൊട്ടിച്ചിട്ടതിൻ്റെ ബാക്കി കുറച്ച് ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അതന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് പിന്നെയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ വേഗം അതൊന്ന് ഇഡ്ഡലി ചെമ്പിലിട്ട് ആവി കയറ്റി വെച്ചാൽ പിന്നെ ഒന്നും ആവില്ലല്ലോ. അപ്പോൾ വേഗത അതൊക്കെ ഒന്ന് ആവി കയറ്റാൻ വെക്കുന്നതാണ്. മക്കളെ ഞാൻ വിളിക്കുന്നുണ്ട്, സമയം 9 മണിയൊക്കെ ആവാനായിക്കണം കേട്ടോ. നല്ല ഉറക്കമാണ്, ഞാൻ പറയുന്നുണ്ട്, പൈക്കുന്നുണ്ട് എണീച്ചൂടി ചായ കുടിക്കാമെന്ന്. ചായ കുടി കഴിഞ്ഞാലല്ലേ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ തീരുള്ളൂ. ചായ കുടിച്ചങ്ങ് എണീച്ചാലേ ബാക്കി പണികൾ സ്റ്റാർട്ടാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചായയും കുടിക്കാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിലൊന്നും ചായ കുടി നടക്കൂല, പോരത്തെ പണിയും നടക്കൂല. അപ്പോൾ അതെല്ലാത്തിന് അതിൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആരും എണീച്ചിട്ടില്ല, ഇക്ക എണീച്ചിന് കേട്ടോ. ഒരു 3 ആളും നല്ല ഉറക്കമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ച് ഒന്ന് ഗ്യാസുമ്മ വെച്ചിട്ട് ചായക്കുള്ള വെള്ളവും അവിടെ വെച്ചിട്ട് മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നിച്ചുമോൾ എണീക്കാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് എടുത്തതാണ് കേട്ടോ. നിച്ചു എണീക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓള് എടുത്ത് തരും. ഇപ്പോൾ ഓക്ക് അതിന് വീഡിയോ എടുക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയായി കേട്ടോ. നിച്ചോക്ക് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിച്ച ആൾ തന്നെ ഓളാണ്. എന്നിട്ട് ഓക്ക് ഇപ്പം വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ കുറച്ച് മടിയായിക്കണ്. എന്തായാലും ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചതാ. ഞാൻ വേഗം ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിക്കണ്. ഇത് ബേക്ക് വശത്തെ മുറ്റാണ്. മുന്നിലെ മുറ്റത്ത് നല്ല പുല്ലാണ്, എത്ര ചെത്തിയാലും ആ പുല്ല് കുറയുന്ന ലക്ഷണമൊന്നും കാണണില്ല. അങ്ങനെ മുറ്റം അടിച്ചു വാരി മെല്ലെ വന്നു. രാത്രിക്കത്തെ ആ ഒരു ചോറൊക്കെ വെച്ചിട്ട് ഇട്ട പാത്രങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇവരൊക്കെ എണീക്കണതിന് മുന്നേ എന്തായാലും അതങ്ങ് കഴുകിയെടുക്കാം. എന്തായാലും ചായ കുടിക്കാൻ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വേണം. പിന്നെ ഇനി എല്ലാം കഴുകി വെച്ചത് ബാക്കിയൊക്കെ എടുത്തിട്ട് എല്ലാം കൂടെ ഒരു ലോഡ് പാത്രം ആവില്ലേ. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഒക്കെ ഒന്ന് ചൂടായി ഇതായി വരുന്ന ആ സമയം കൊണ്ട് എല്ലാവരും എണീച്ച് വന്ന് ഓരോ പല്ലിയേക്കലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതൊന്നും അങ്ങ് കഴുകിയെടുത്താൽ പിന്നെ ചായ കുടിക്കാൻ ഇതന്നെ അങ്ങോട്ട് എടുക്കാമല്ലോ വിചാരിച്ചു. രാത്രി നേരം വൈകിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഒന്ന് കഴുകാണ്ട് അങ്ങനെ പോയി കിടന്ന് പാത്രമൊക്കെ കയ്യേക്കാണ്ട് പോയി കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എണീച്ച് വരുമ്പോൾ അടുക്കള കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറായിരിക്കൂലേ. എല്ലാം കൂടെ കൂട്ടി അങ്ങ് ഇട്ടിട്ട് കഴുകാണ്ട് പിന്നെ ഇന്നലെ കുറേ സമയമായിട്ടുണ്ടായിരുന്നു, നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയത്. അപ്പോൾ അതും ഒന്ന് വേഗം കഴുകി എടുക്കണം. നാസിമോന് ഉണരുന്ന ഒരു ഒച്ച അനക്കൊക്കെ ഈ സമയത്ത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വോയിസ് വിടാൻ തന്നെ ഒരു കുറേ സമയമായിട്ടോ ഈ ഫോണും എടുത്ത് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് സമ്മതിക്കണില്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് ഇവിടെ. ഓന് എൻ്റെ അടുത്ത് തന്നെ വന്നു ഓരോന്ന് ചോദിക്കുക. ഇപ്പം എല്ലാം ഞാൻ നിച്ചുവിൻ്റെ അടുത്ത് അവിടെ നമ്മളെ പേരക്കൻ്റെ മരത്തുമ്മലൊരു ഊഞ്ഞാല കെട്ടിയാണ്, അപ്പോൾ ഒന്ന് അവിടെ കൊണ്ടുപോയി നിച്ചോളെ. അപ്പോഴത്തേക്ക് ഇതൊന്ന് പറഞ്ഞ് തീർക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടതാണ് കേട്ടോ. നാഫി പിന്നെ ടി വിയും കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓനെക്കൊണ്ട് പിന്നെ മുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളും. കൊച്ചു ടി വി എന്തൊക്കെയോ കണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നിച്ചുമോക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ പിടിക്കും കേട്ടോ. മറ്റോ നിൽക്കൂല, ഓളെ നോക്കാൻ ഏൽപ്പിച്ചാലൊന്നും ഓന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മടുത്തിനി എന്നൊക്കെയാണ് പറയുക. അങ്ങനെ എന്തായാലും മെല്ലെ പറഞ്ഞു വിട്ട് ഞാൻ എൻ്റെ പണി
എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവരെ രണ്ടാളെയും വന്ന് വിളിക്കുന്നുണ്ട്. എണീക്കണ ഒരു കൂസലും കാണില്ല. മറ്റവനിതാ ഒന്ന് ഉണന്ന് ഇതാ പിന്നെ ഉറങ്ങുക, പിന്നെ കണ്ണുറന്ന് നോക്കുന്നുണ്ട്. ഉറക്കത്തിൻ്റെ ആ ഒരു മയക്കം അങ്ങോട്ട് വിടണില്ല, നേരം വൈകി ആയും കൊണ്ടേ. എനിക്കാണെങ്കിൽ പിന്നെ എത്ര നേരം വൈകി കിടന്നാലും രാവിലെ നേരത്തെ എണീക്കണം. എന്നിട്ട് പിന്നെ പണികളൊക്കെ തീർത്ത് പിന്നെ ഉച്ചക്കൊക്കെ കുറച്ച് നേരം നാച്ചി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങും കേട്ടോ. അല്ലാണ്ട് രാവിലെ കുറേ നേരം കിടന്നാൽ എനിക്ക് എന്തോ ഒരു പോലെ അന്നത്തെ ദിവസം ഒരു ഉഷാറില്ലാത്ത പോലെ കേട്ടോ, ഒരു ഉണർവില്ലാത്ത പോലെ അങ്ങനെ. അപ്പോൾ ഇതാ ഇട്ടിൽ ചെമ്പിൽ നമ്മൾ ആവി കയറ്റാൻ വെച്ച ചോറൊക്കെ ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയും റെഡിയാക്കി വെച്ചിക്കണ്. എല്ലാവർക്കും കഴിക്കാനുള്ള പ്ലേറ്റും എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു ആ ചമ്മന്തി പൊടിക്കിന്ന് പറഞ്ഞിട്ട് ആ ചമ്മന്തി ഒന്ന് മുളകും പൊടിയും ഉപ്പും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഒപ്പിക്കൽ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ലാണ്ട് എങ്ങനെയാണ് കഴിക്കാമെന്ന് വിചാരിച്ചൊരു ചമ്മന്തിയെങ്കിലും ഇല്ലാണ്ട് റെഡി ആവില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് വേഗം കുറച്ച് ചമ്മന്തി അരച്ചെടുത്തത്. പിന്നെ തേങ്ങ ഇനിയിപ്പോൾ വേറെ കുറച്ച് അരച്ചിട്ടുള്ളതിനുള്ളൂ കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ട് പിന്നെ അതവിടെ ബാക്കിയായി കിടക്കും. ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് വെറുതെ ഉണങ്ങി നാശമായി പോവല്ലുള്ളൂ. അതിനെക്കൊണ്ട് ഞാനുള്ള പൊട്ടിച്ച തേങ്ങേൻ്റെ ഉണ്ടായിരുന്നു. ഇന്നലെ ചപ്പുപ്പേരിയിലേക്ക് വേണ്ടിയിട്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്ക് തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് വലിയൊരു പാചകത്തിൻ്റെ ഒരു ആവശ്യമില്ല. ചോറും ഉണക്കൽ തേങ്ങ അരച്ച കറിയും ചപ്പുപ്പേരിയും ഇംഗ്ലീഷ് ചീര കേട്ടോ, ഇംഗ്ലീഷ് ചീര മൈസൂർ ചീര പറയില്ലേ, ആ ചീര ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് ഇന്ന് പിന്നെ വലിയൊരു പാചകം ചെയ്യേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. ഉച്ചക്കത്തേക്കുള്ളതും ഉണ്ട്. ചിലപ്പം കുറച്ച് ചോറ് മാത്രം വെക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ കാര്യമായിട്ട് കറികളെല്ലാം ഉള്ളതുകൊണ്ട് വെക്കണ്ട. പിന്നെ വൈകുന്നേരം എന്തായാലും ഇന്നും പള്ളിയിൽ ദിക്കറും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ എന്തായാലും ചോറ് കിട്ടുകയും ചെയ്യും. അതിനെക്കൊണ്ട് പിന്നെ വേറെ വലിയൊരു കാര്യമായ പണികളൊന്നുമില്ല. അപ്പോൾ അതെല്ലാവരും എണീച്ച് വന്ന് പല്ലേക്കലും ജഗയും പുകയൊക്കെ കഴിഞ്ഞ് വന്നിക്കണ്. നിച്ചുമോൾ എന്തോ പറയുകയാണ് എന്നോട് കേട്ടോ, എന്തോ എണീറ്റ് വന്നിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചിക്കണ്. ഓരെല്ലാവരും ഇതാ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ അടുക്കളയിൽ ആ പലകയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ചത്. ഇടയ്ക്ക് എനിക്ക് അവിടെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചായയൊക്കെ കുടിച്ച് എണീച്ച് ഞാനിതാ എൻ്റെ പണികൾ മെല്ലെ തുടങ്ങുന്നതാണ്. ഇനി അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അകമൊക്കെ മെല്ലെ തട്ടിക്കൊട്ടിയൊക്കെ വിരിച്ചും മടക്കിയൊക്കെ വെച്ചെല്ലാം ഒതുക്കി പെറുക്കി അങ്ങനെ വന്നതാ അടുക്കളയിൽ എത്തിക്കണ്. പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ട് വേണം. ഇനിയിപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളും കൂടെ കഴുകണം, അടിച്ചു വാരണം, തുടക്കണം, എല്ലാം ഉണ്ട് കേട്ടോ പണികൾ. പിന്നെ ഇത് നമ്മൾ എന്നും എടുക്കുന്ന പണികൾ തന്നെയാണല്ലോ, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവില്ലായിരിക്കുമല്ലേ വീഡിയോ ഇത് തന്നെ ഡെയിലി ഇങ്ങനത്തെ വീഡിയോ തന്നെ ആകുമ്പോൾ. വേറെ എന്താ ഇപ്പം എടുക്കല്ലേ, നമ്മളെ പുരയത്തെ തന്നെ അല്ലാണ്ട് പിന്നെ എന്താ ഇപ്പം എടുക്കുക വിചാരിച്ചിട്ട് എന്തായാലും വേണ്ടിയില്ല, തുടങ്ങിയ സ്ഥിതിക്ക് ഇനമെല്ലാം മുന്നോട്ട് കൊണ്ടോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനുള്ളത്. അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വന്നു, അപ്പുറത്തെല്ലാം ഒതുക്കി വന്നു, ഒന്ന് ആകെയൊക്കെ ഒന്ന് അടിച്ച് വാരി. ഇനി ഇവിടെയും കൂടെ ഉള്ളൂ. ഈ ഒരു അടുക്കളയും കൂടെ ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏകദേശം തട്ടിക്കൊട്ടി നന്നാക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയും. ആ ഒരു ചെറിയ ചൂല് മറ്റേൻ്റെ അടുത്ത് ഞാൻ തന്നെ അതിന് കൊണ്ടുപോയിട്ടുണ്ടായത്. എന്നിട്ടാണ് ആ ചൂലും തിരഞ്ഞ് നടന്നത് കേട്ടോ. നല്ല ഓർമ്മയാണ് ചിലപ്പം, ഇങ്ങനെ എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല. അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് അവിടെ ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിക്കണ്. ഇനിയിപ്പോൾ ഈ ഒരു ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ട്, വേഗം അതും ഒന്ന് കഴുകിയെടുക്കുന്നതാണ്. തലയിൽ തോർത്ത് ഷാൾ എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാച്ചിക്കുട്ടനെടുത്ത് മിഷീനിൽ ഇട്ടതാണോയെന്നും അറിയില്ല, കഴിച്ച് വെച്ചോടത്ത് കാണുന്നില്ല. അപ്പോൾ പിന്നെ കിട്ടിയ തോർത്തെടുത്തിട്ടൊന്ന് വേഗം തലയിലിട്ടതേനു കേട്ടോ. അപ്പോൾ അതും ഒന്ന് വേഗം കഴുകി എടുത്ത് വെച്ചിട്ട് പിന്നെ കാര്യമായ പണികളൊന്നും തന്നെ ഇല്ല. അലക്കാനുള്ളത് ഞാനിന്ന് മെഷീനിൽ ഇട്ടതാണ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഓസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകി. ഇതൊക്കെ എപ്പോഴും ചെയ്യണത് തന്നെയാണ് കേട്ടോ. ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ വേഗം ഓസ് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് കഴുകി എടുക്കലുണ്ട്. പിന്നെ അതാ അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് തുടക്കൽ, മക്കളെല്ലാവരും TV കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും പാട്ടിനും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കണം കേട്ടോ. തുടക്കുന്നത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഞാൻ പറയലാണ്, ഞാൻ തുടക്കട്ടെ നിങ്ങളെല്ലാവരും ഒന്ന് കുറച്ച് നേരം പുറത്ത് പോയി കളിക്കുന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു എല്ലാം കൂടെ അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നിൻ്റെ തുടക്കലും കൂടെ കഴിഞ്ഞു. പിന്നെ എല്ലാ പണികളും തീർന്നിക്കണ്. ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.